വാം വെൽക്കം എവരിവൺ. നമ്മൾ ഈ വീഡിയോ ട്യൂട്ടോറിയലിൽ ചെക്ക് ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിക്സിലെ പോയ്സൺസ് ആൻഡ് ലാപ്ലാസ് ഇക്വേഷനാണ്. അതിൻ്റെ ഡെറിവേഷനും സിമിലർലി അതിനോടൊപ്പം അതിൻ്റെ പ്രോബ്ലംസുമാണ് ഈ ട്യൂട്ടോറിയലിനകത്ത് കവർ ചെയ്ത് പോയിരിക്കുന്നത്. ഇതിനു മുമ്പുള്ള ട്യൂട്ടോറിയൽസ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇയും സിമിലർലി ഡിയും കൂളംസ് ലോയും ഗോസസ് ലോയും യൂസ് ചെയ്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് കണ്ടിരുന്നു. ആ ലോസ് വളരെ എളുപ്പമായിട്ട് തന്നെ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇ ആൻഡ് ഡി ഒപ്റ്റെയിൻ ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. ബട്ട് അങ്ങനത്തുള്ള കേസിൽ, അതായത് നമ്മൾ കൂളംസ് ലോയും ഗോസസ് ലോയും യൂസ് ചെയ്യുമെന്ന് പറയുന്നത് ആ ചെക്ക് ചെയ്യുന്ന റീജിയൻ്റെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് യൂണിഫോം ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തുള്ള പൊട്ടൻഷ്യൽ നോൺ ആയിരിക്കുന്ന കേസുകളിലാണ് നമ്മൾ ഗോസസ് ലോ ഓർ കൂളംസ് ലോ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ബട്ട് എല്ലാ കേസുകളിലും ആ കംപ്ലീറ്റ് റീജിയൻ്റെ ചാർജ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കാണത്തില്ല. ചില പർട്ടിക്കുലർ റീജിയൻസിൽ മാത്രമായിരിക്കും ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പൊട്ടൻഷ്യലിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കാണുന്നത്. അങ്ങനെ ആ പർട്ടിക്കുലർ റീജിയനിൽ നിന്ന് കംപ്ലീറ്റ് ഏരിയ അല്ലെങ്കിൽ കംപ്ലീറ്റ് റീജിയൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയോ ഡിയോ ഇവാലുവേറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള തിയറംസാണ് പോയ്സൺസ് ആൻഡ് ലാപ്ലാസ് ഇക്വേഷൻസ്. റൈറ്റ്. ഈ പർട്ടിക്കുലർ പോയിൻറ്റ്സിൽ നോൺ ആണ് അല്ലെങ്കിൽ അറിയാമെന്ന് മെൻഷൻ ചെയ്തിരിക്കുന്ന പോയിൻറ്റ്സ് ആണ് അല്ലെങ്കിൽ അങ്ങനെ വരുന്ന പ്രോബ്ലംസ് ആണ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ്. സോ ഇത് ഒന്നുകൂടെ സമ്മപ്പ് ചെയ്യുമ്പം ഗോസസ് ലോ ആൻഡ് കൂളംസ് ലോ യൂസ് ചെയ്ത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും സിമിലർലി ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കംപ്ലീറ്റ് റീജിയൻ്റെ ചാർജ് ഡിസ്ട്രിബ്യൂഷനോ പൊട്ടൻഷ്യലിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരിക്കാം. ബട്ട് പ്രാക്ടിക്കലി ഒരിക്കലും അങ്ങനെ ആയിരിക്കത്തില്ല. ചില സ്പെസിഫിക് ആ റീജിയൻ്റെ ചില സ്പെസിഫിക് ആയിട്ടുള്ള പോയിൻറ്റ്സുകളിൽ മാത്രമായിരിക്കും അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ, ചാർജ് ഡിസ്ട്രിബ്യൂഷനെയോ പൊട്ടൻഷ്യലിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കാണുന്നത്. അങ്ങനെയുള്ള പ്രോബ്ലംസാണ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ്. അതിൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ ആ രീതിയിൽ നിന്ന് നമുക്ക് കറസ്പോണ്ടിങ് ഇ ആൻഡ് ഡി ഒപ്റ്റെയിൻ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള തിയറംസാണ്, ഇക്വേഷൻസ് ആണ് പോയ്സൺസ് ആൻഡ് ലാപ്ലാസ് ഇക്വേഷൻസ്. സോ നമുക്ക് ഗോസസ് ലോ ഫസ്റ്റ് ഓഫ് ഓൾ എഴുതാം. ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ വി. റോ വി എന്ന് പറയുന്നത് വോളിയം ചാർജ് ഡെൻസിറ്റിയും ഡി എന്ന് പറയുന്നത് ഫ്ലക്സ് ഡെൻസിറ്റി ആണെന്നുള്ള കാര്യം അറിയാം. ബട്ട് നമുക്കറിയാം ഡി ഈക്വൽ ടു എപ്സിലോൺ ഇ. റൈറ്റ്. സോ ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് എപ്സിലോൺ ഇ ഈക്വൽ ടു റോ വി. റൈറ്റ്. ബട്ട് നമുക്ക് വേറൊരു കാര്യം അറിയാം, ഇ ഈക്വൽ ടു മൈനസ് ഓഫ് ഡെൽ വി. റൈറ്റ്. സോ ദാറ്റ് ഈസ് ഇത് ഞാനിവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇ ഈക്വൽ ടു മൈനസ് ഡെൽ വി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ഡെൽ ഡോട്ട് എപ്സിലോൺ മൈനസ് ഡെൽ വി ഈക്വൽ ടു റോ വി. റൈറ്റ്. എനിക്ക് എപ്സിലോൺ ഞാൻ ഔട്ട്സൈഡായിട്ട് എടുക്കുകയാണ്. ദാറ്റ് ഈസ് എപ്സിലോൺ മൈനസ് എപ്സിലോൺ എടുക്കാം. മൈനസ് എപ്സിലോൺ ഓഫ് ഡെൽ ഡോട്ട് ഡെൽ വി ഈക്വൽ ടു റോ വി. സോ ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് ഡെൽ വി എന്ന് പറയുന്നത് ഡെൽ സ്ക്വയർ വി ആണ്. ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു മൈനസ് ഓഫ് റോ വി ബൈ എപ്സിലോൺ. ഈ ഇക്വേഷനാണ് പോയ്സൺസ് ഇക്വേഷൻ. നെക്സ്റ്റ് ഈ എക്സ്പ്രഷനിൽ നിന്ന് ഡയറക്റ്റ്ലി തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് ലാപ്ലാഷ്യൻ ഇക്വേഷനും. റോ വി ഈക്വൽ ടു 0 ആണെന്ന് അസ്യൂം ചെയ്യുക. റോ വി എന്ന് പറയുന്ന വോളിയം ചാർജ് ഡെൻസിറ്റി 0 ആണെന്ന് അസ്യൂം ചെയ്യുക. അത് യൂഷ്വലി ഡയലക്ട്രിക് മീഡിയത്തിനെല്ലാം തന്നെ അങ്ങനെയാണ്. അങ്ങനെയുള്ള കേസുകളിൽ ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു 0. റൈറ്റ്. ആ പർട്ടിക്കുലർ ഇക്വേഷനാണ് ലാപ്ലാഷ്യൻ അല്ലെങ്കിൽ ലാപ്ലാഷ്യൻ ഓഫ് വി ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. റൈറ്റ്. നെക്സ്റ്റ് 3 കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് ഈ ലാപ്ലാഷ്യൻ ഇക്വേഷൻസ് എഴുതാം. ഫസ്റ്റ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ എഴുതാം. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ വി ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ വി ബൈ ഡോ ഇസഡ് സ്ക്വയർ ഈക്വൽ ടു 0. റൈറ്റ്. നെക്സ്റ്റ് സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സിൽ എഴുതാം. സിലിണ്ട്രിക്കൽ ഡെൽ സ്ക്വയർ വി equal to 1 by r dou by dou r of r dou v by dou r into dou v by dou r plus 1 by r square dou square v by dou square phi plus dou square v by dou z square equal to 0. Right.
നെക്സ്റ്റ് ലാസ്റ്റ് സ്പിറിക്കൽ കോർഡിനേറ്റ്സിൽ ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു 1/r² ഡോ ബൈ ഡോ ആർ r² ഡോ വി ബൈ ഡോ ആർ പ്ലസ് 1/r² സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ ഓഫ് സൈൻ തീറ്റ ഡോ വി ബൈ ഡോ തീറ്റ പ്ലസ് 1/r² സൈൻ സ്ക്വയർ തീറ്റ ഡോ സ്ക്വയർ വി ബൈ ഡോ ഫൈ സ്ക്വയർ ഈക്വൽ ടു 0. സോ ഇതൊന്നുകൂടെ ചെക്ക് ചെയ്യാം. ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു 1/r² ഡോ ബൈ ഡോ ആർ r² ഡോ വി ബൈ ഡോ ആർ പ്ലസ് 1/r² സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ സൈൻ തീറ്റ ഡോ വി ബൈ ഡോ തീറ്റ പ്ലസ് 1/r² സൈൻ സ്ക്വയർ തീറ്റ ഡോ സ്ക്വയർ വി ബൈ ഡോ ഫൈ സ്ക്വയർ ഈക്വൽ ടു 0. നെക്സ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറം കൂടെ ഉണ്ട്. അതാണ് യുണീക്നെസ് തിയറം. യുണീക്നെസ് തിയറം പറയുന്നത് നമ്മൾ ലാപ്ലാസ് ഇക്വേഷൻ ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷൻ യുണീക്ക് ആയിരിക്കും. അത് ഏത് മെത്തേഡ് വഴി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്താലും യുണീക്കായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. സോ അത് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ലാപ്ലാസ് ഇക്വേഷൻ നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷൻ യുണീക്ക് ആയിരിക്കും, അത് ഏത് മെത്തേഡ് വഴി ഒബ്റ്റെയിൻ ചെയ്തിരുന്നാലും. സോ ലാപ്ലാസ് ഇക്വേഷൻ വെച്ചുകൊണ്ടുള്ള പ്രോബ്ലം ആണിത്. ചെക്ക് വെദർ ഓർ നോട്ട് ദ ഫോളോയിങ് പൊട്ടൻഷ്യൽ ഫീൽഡ്സ് സാറ്റിസ്ഫൈ ദ ലാപ്ലാസ് ഇക്വേഷൻ. ഫസ്റ്റ് കാർട്ടീഷ്യൻ കോർഡിനേറ്റിലാണ് തന്നിരിക്കുന്നത്. വി ഈക്വൽ ടു x² മൈനസ് y² പ്ലസ് z². നമുക്കത് ചെക്ക് ചെയ്യാം. സോ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ ലാപ്ലാസിയൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു ഡോ സ്ക്വയർ വി ബൈ ഡോ x², അത് റിപ്പീറ്റ് ചെയ്യാണ്, ഡോ സ്ക്വയർ വി ബൈ ഡോ y² പ്ലസ് ഡോ സ്ക്വയർ വി ബൈ ഡോ z². സോ പാർഷ്യൽ ഡിഫറൻസിയേഷൻ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് 2 ആയിട്ട് വന്നു, റൈറ്റ്. സിമിലർലി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് -2 ആയിട്ട് വരും. സിമിലർലി z² 2z വീണ്ടും ഒന്നുകൂടെ ചെയ്യുമ്പോൾ +2 ആയിട്ട് വന്നു. സോ ഈ ആൻസർ എന്ന് പറയുന്നത് 2 ആയിട്ട് വന്നു. സോ അതുകൊണ്ട് തന്നെ ഡെൽ സ്ക്വയർ വി നോട്ട് ഈക്വൽ ടു 0. അതുകൊണ്ട് തന്നെ ഇത് ലാപ്ലാഷ്യൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, നോട്ട് സാറ്റിസ്ഫൈയിങ് ലാപ്ലാഷ്യൻ. നെക്സ്റ്റ് ബി ആണ്. ബി സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലാണ്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു 1/r ഡോ ബൈ ഡോ ആർ r ഡോ വി ബൈ ഡോ ആർ പ്ലസ് 1/r² ഡോ സ്ക്വയർ വി ബൈ ഡോ ഫൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ വി ബൈ ഡോ z², റൈറ്റ്. നമുക്കിത് ഇവാലുവേറ്റ് ചെയ്യാം. ഫസ്റ്റ് 1/r ഇൻറ്റു ഫസ്റ്റ് ഡോ ബൈ ഡോ ആർ ഇൻറ്റു ഡോ വി ബൈ ഡോ ആർ. ഡോ വി ബൈ ഡോ ആർ എന്ന് പറയുമ്പോൾ പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു r ചെയ്യുക. സോ r ഇൻറ്റു കോസ് ഫൈ ചെയ്യുമ്പോൾ കോസ് ഫൈ മാത്രമായിട്ട് വരും. z എന്ന് പറയുന്നത് 0 ആയി മാറും, റൈറ്റ്. പ്ലസ് നെക്സ്റ്റ് 1/r² ഡോ സ്ക്വയർ വി ബൈ ഡോ ഫൈ സ്ക്വയർ. സോ ആദ്യം ഞാൻ ഡോ ബൈ ഡോ ഫൈ ഓഫ് ഒരു തവണ വിത്ത് റെസ്പെക്ട് ടു ഫൈ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. സോ r -r സൈൻ ഫൈ, റൈറ്റ്. പ്ലസ് അടുത്തത് എഗെയിൻ അതും ഇതുപോലെ തന്നെ ചെയ്യാണ്. ഡോ ബൈ ഡോ z ഒരു തവണ വിനെ ഇസഡ് കൊണ്ട് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യുകയാണ്. r കോസ് ഫൈ 0 ആവും. ഇസഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 ആയി. നെക്സ്റ്റ് അടുത്ത സ്റ്റേജ് ഓഫ് ഡിഫറൻസിയേഷൻ ചെയ്യാം. 1/r ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് r കോസ് ഫൈ. ഇനി പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു r ചെയ്യുകയാണ്. ദാറ്റ് ഈസ് കോസ് ഫൈ, റൈറ്റ്. കോസ് ഫൈ കോൺസ്റ്റൻ്റ് ആണ്, അത് മാത്രമായിട്ട് വന്നു. സിമിലർലി നെക്സ്റ്റ് ടൈമിൽ 1/r² പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഫൈ ചെയ്യുകയാണ്. -r കോൺസ്റ്റൻ്റ് ആണ്. സൈൻ ഫൈയുടെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് കോസ് ഫൈ ആണ്, റൈറ്റ്. ഈ തേർഡ് ടൈം എന്ന് പറയുന്നത് 0 ആയി, റൈറ്റ്. സോ ഇത് സമ്മപ്പ് ചെയ്യുമ്പോൾ 1/r കോസ് ഫൈ -1/r കോസ് ഫൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറ്റിസ്ഫൈസ് ലാപ്ലാഷ്യൻ ഇക്വേഷൻ ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു 0, റൈറ്റ്. നെക്സ്റ്റ് സ്പിറിക്കൽ കോർഡിനേറ്റ്സിലാണ്. ഡെൽ സ്ക്വയർ വി ആദ്യം ഞാൻ ലാപ്ലാഷ്യൻ ഇക്വേഷൻ എഴുതാണ്. അതാണ് ഇത്രയെങ്കിലും ഒരു ഡിഫിക്കൽട്ട് വരുന്ന ടൈപ്പിലുള്ള എക്സ്പ്രഷൻ. 1/r² ഡോ ബൈ ഡോ ആർ r² ഡോ വി ബൈ ഡോ ആർ പ്ലസ് 1/r² സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ സൈൻ തീറ്റ
ഡോ വി ബൈ ഡോ തീറ്റ പ്ലസ് 1 ബൈ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡോ സ്ക്വയർ വി ബൈ ഡോ ഫൈ സ്ക്വയർ. സോ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡിഫറൻസിയേഷൻ ചെയ്യാം. 1 ബൈ ആർ സ്ക്വയർ ഡോ ബൈ ഡോ ആർ സ്ക്വയർ ഡോ വി ബൈ ഡോ ആർ. പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ആർ ചെയ്യുമ്പോൾ കോസ് തീറ്റ എന്ന് വന്നു. ഫൈ കോൺസ്റ്റൻ്റ് ആണ്, അത് 0 ആയി മാറി. നെക്സ്റ്റ് 1 ബൈ ആർ സ്ക്വയർ സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ സൈൻ തീറ്റ ഡോ വി ബൈ ഡോ തീറ്റ. സോ അത് ചെയ്യുമ്പം ആർ കോസ് തീറ്റയുടേത് മൈനസ് ആവുമ്പോൾ മൈനസ് ആർ സൈൻ തീറ്റ എന്ന് വരും. റൈറ്റ്, ഫൈനെ 0 ആയിട്ട് വരികയും ചെയ്യും. സിമിലർലി ലാസ്റ്റ് ടൈം 1 ബൈ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഫൈ 2 തവണ ചെയ്യണം. ആദ്യ തവണ ചെയ്യുമ്പോൾ തന്നെ അത് 1 ആയിട്ട് മാറി. രണ്ടാം തവണ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അത് 0 ആയിട്ട് മാറുകയും ചെയ്യും. സോ ഇനി ഇത് ഫർദർ സിംപ്ലിഫൈ ചെയ്യാം. 1 ബൈ ആർ സ്ക്വയർ ഡോ ബൈ ഡോ ആർ ഓഫ് ആർ സ്ക്വയർ കോസ് തീറ്റ. കോസ് തീറ്റ കോൺസ്റ്റൻ്റ് ആണ്. ആർ സ്ക്വയർ ചെയ്യുമ്പം ഇൻറ്റു 2r. റൈറ്റ്. സിമിലർലി നെക്സ്റ്റ് 1 ബൈ ആർ സ്ക്വയർ സൈൻ തീറ്റ പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു തീറ്റ. മൈനസ് ആർ എനിക്ക് ഔട്ട്സൈഡ് ആയിട്ട് എടുക്കാം. നെക്സ്റ്റ് ബാലൻസ് വരുന്നത് സൈൻ സ്ക്വയർ തീറ്റയാണ്. സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ 2 ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ 2 ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. റൈറ്റ്, സൈൻ സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ 2 ഇൻറ്റു സൈൻ തീറ്റ, സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ. നെക്സ്റ്റ് തേർഡ് ടേം 0 ആണ്. റൈറ്റ്. സോ ഇനി ഇത് ഫർദർ സിംപ്ലിഫൈ ചെയ്യാം. ആർ സ്ക്വയറും ആറും ക്യാൻസലായി. സോ ഈ പോർഷനിൽ നിന്ന് വരുന്നത് 2 കോസ് തീറ്റ ബൈ ആർ. റൈറ്റ്, 2 കോസ് തീറ്റ ബൈ ആർ. സിമിലർലി ഈ കേസ് എടുക്കുമ്പോൾ ആറും ക്യാൻസലായി, സൈൻ തീറ്റയും ക്യാൻസലായി. സോ ഇവിടെ നിന്ന് വരുന്ന -2 കോസ് തീറ്റ ബൈ ആർ. സോ അതിൽ നിന്ന് അത് സമ്മപ്പ് ചെയ്യുമ്പോൾ 0 എന്ന് വന്നു. സോ ഈ പറയുന്നതും സാറ്റിസ്ഫൈസ് ലാപ്ലാഷ്യൻ ഇക്വേഷൻ. റൈറ്റ്, സാറ്റിസ്ഫൈസ് ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു 0. സോ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സാറ്റിസ്ഫൈ ചെയ്തില്ല, ഈ 2 കോർഡിനേറ്റ്സിനും സാറ്റിസ്ഫൈ ചെയ്തു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വെരിഫൈ ദാറ്റ് ദ പൊട്ടൻഷ്യൽ ഫീൽഡ് ഗിവൺ ബിലോ സാറ്റിസ്ഫൈസ് ലാപ്ലാഷ്യൻ ഇക്വേഷൻ. പൊട്ടൻഷ്യൽ ഫീൽഡ് തന്നിട്ടുണ്ട്. വി ഈക്വൽ ടു 2x² - 3y² + z² ആണ്. ഇത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലാണ് തന്നിരിക്കുന്നത്. സോ ഡെൽ സ്ക്വയർ വി കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ ഡോ സ്ക്വയർ വി ബൈ ഡോ x² പ്ലസ് ഡോ സ്ക്വയർ വി ബൈ ഡോ y² പ്ലസ് ഡോ സ്ക്വയർ വി ബൈ ഡോ z² ഈക്വൽ ടു 0 ആണെങ്കിൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. സോ ഇത് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യാം. ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ഒരു തവണ ചെയ്യുക. 2x² ചെയ്യുമ്പോൾ 2 ഇൻറ്റു 2x ഒരു തവണ ചെയ്തപ്പോൾ. റൈറ്റ്. സോ അതുകൊണ്ട് ഡോ ബൈ ഡോ എക്സ് പ്ലസ് നെക്സ്റ്റ് ഡോ ബൈ ഡോ വൈ ഓഫ് ഒരു തവണ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ -3 ഇൻറ്റു 2y. റൈറ്റ്, പ്ലസ് ഡോ ബൈ ഡോ ഇസെറ്റ് ഓഫ് ഒരു തവണ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 2z. ഇനി രണ്ടാമത്തെ തവണ ചെയ്യുകയാണ്. 4x ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 4 വന്നു. ഇത് ചെയ്യുമ്പോൾ -6 വന്നു. സിമിലർലി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 2 വന്നു. സോ ഈക്വൽ ടു 0 ആൻഡ് സാറ്റിസ്ഫൈസ് ലാപ്ലാഷ്യൻ ഇക്വേഷൻ. റൈറ്റ്, ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു 0. നെക്സ്റ്റ് നമുക്ക് പോയ്സൺസ് ഇക്വേഷൻ വെച്ചുകൊണ്ടുള്ള ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. Given the volume charge density rho v equal to -2 into 10⁻⁷ epsilon naught root x coulomb per meter cube in free space. Let v equal to 0 at x equal to 0 and v equal to 2 volt at x equal to 2.5 mm. Find v at x equal to 1 millimeter. So ഇവിടെ റോ വി നോട്ട് ഈക്വൽ ടു 0 ആണ്, അല്ലെങ്കിൽ റോ വി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ലാപ്ലേഷ്യൻ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ്ലി പറ്റില്ല. നമുക്ക് പോയ്സൺസ് ഇക്വേഷൻ മാത്രമേ പറ്റത്തുള്ളൂ. പോയ്സൺസ് ഇക്വേഷൻ സ്റ്റേറ്റ് ചെയ്യുന്ന ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു -ρ v ബൈ എപ്സിലോൺ എന്നാണ്. റൈറ്റ്. സോ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -2 ഇൻറ്റു 10⁻⁷ എപ്സിലോൺ നോട്ട് റൂട്ട് എക്സ് ബൈ എപ്സിലോൺ. ബട്ട് ഈ ക്വസ്റ്റ്യനിൽ ഫ്രീ സ്പേസ് എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എപ്സിലോൺ നോട്ട് ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് -2 ഇൻറ്റു 10⁻⁷ x⁻1/2 ആയിട്ട് എനിക്കിത് മാർക്ക് ചെയ്യാം. ഞാനിത് ഇക്വേഷൻ 1 ആയിട്ട് മാർക്ക് ചെയ്തു. ഇനി ഇതിനെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. റൈറ്റ്. അപ്പോൾ ഡോ വി ബൈ ഡോ എക്സ് ഒപ്റ്റെയിൻ ചെയ്യും. ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം -2 ഇൻറ്റു 10⁻⁷ ഇൻറ്റു
എക്സിൻ്റെത് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 1/2 എന്ന് എക്സ് റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2 പ്ലസ് എ കോൺസ്റ്റൻറ്റ് C1 റൈറ്റ്. സോ ഇതിലെ എക്സ് ഒഴിച്ച് ബാലൻസ് ഉള്ള ടൈം സിംപ്ലിഫൈ ചെയ്യുമ്പം 13.33 ഇൻറ്റു 10⁻6 എക്സ് റേസ് ടു 1.5 പ്ലസ് C1 ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്തു. ഇക്വേഷൻ 1 ആയിട്ട് മാർക്ക് ചെയ്തു. ഇക്വേഷൻ 2 ആയിട്ട് മാർക്ക് ചെയ്യാം റൈറ്റ്. സോ ഈ C1 C2 ഇവാലുവേറ്റ് ചെയ്യാനായിട്ടാണ് ഈ രണ്ട് പൊട്ടൻഷ്യൽസും തരുന്നത്, എക്സ് ഈക്വൽ ടു 0 എക്സ് ഈക്വൽ ടു 2. സോ നമുക്കിനി അടുത്ത ഒരു തവണയും കൂടി ഇൻറ്റിഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പം വി ഈക്വൽ ടു 13.33 ഇൻറ്റു 10⁻6 എക്സ് റേസ് ടു 1.5 ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പം എക്സ് റേസ് ടു 2.5 ഡിവൈഡഡ് ബൈ 2.5 പ്ലസ് C1 എക്സ് പ്ലസ് C2 എന്ന് വന്നു റൈറ്റ്. ഇനി ഇത് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് ഈ ഒരു പോർഷൻ സിംപ്ലിഫൈ ചെയ്യുന്നതോടുകൂടി അത് 5.33 ഇൻറ്റു 10⁻6 എക്സ് റേസ് ടു 2.5 പ്ലസ് C1 എക്സ് പ്ലസ് C2 എന്ന് വന്നു. ഇക്വേഷൻ 3 ആയിട്ട് മാർക്ക് ചെയ്യും. നെക്സ്റ്റ് നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ ഈ ബൗണ്ടറി കണ്ടീഷൻ എടുക്കുകയാണ്. വി ഈക്വൽ ടു 0 അറ്റ് എക്സ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് അറ്റ് എക്സ് ഈക്വൽ ടു 0 വി ഈക്വൽ ടു 0. ഞാൻ ഈ എക്സ്പ്രഷൻ എടുക്കുകയാണ്, തേർഡ് എക്സ്പ്രഷൻ. അപ്പോൾ തേർഡ് എക്സ്പ്രഷനിൽ ഞാൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. വി ഈക്വൽ ടു 0 എന്ന് പറയുമ്പം 0 ഈക്വൽ ടു എക്സും 0 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ 0 പ്ലസ് C1 ഇൻറ്റു 0 പ്ലസ് C2. അതിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം C2 ഈക്വൽ ടു 0, എക്സ്പ്രഷൻ 4 റൈറ്റ്. സിമിലർലി അടുത്ത ബൗണ്ടറി കണ്ടീഷൻ ചെക്ക് ചെയ്യാം. അറ്റ് എക്സ് ഈക്വൽ ടു 2.5 mm വി ഈക്വൽ ടു 2 വോൾട്ട്. അതിനുവേണ്ടി ഞാൻ എക്സ്പ്രഷൻ 3 തന്നെ വീണ്ടും യൂസ് ചെയ്യുകയാണ്. സോ വി ഈക്വൽ ടു 2 വോൾട്ട്. 2 വോൾട്ട് ഈക്വൽ ടു 5.33 ഇൻറ്റു 10⁻6 ഇൻറ്റു എക്സ് റേസ് ടു 2.5. ദാറ്റ് ഈസ് 2.5 ഇൻറ്റു 10⁻³ റേസ് ടു 2.5 പ്ലസ് C1 ഇൻറ്റു എക്സ് 2.5 ഇൻറ്റു 10⁻³ സോ ഇവിടെ ഒറ്റ അൺനോൺ മാത്രമേ ഉള്ളൂ C1. സോ C1 നമുക്ക് അതിൽ നിന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. C1 ഈക്വൽ ടു 133.75 എന്ന് വരും. അതിൽ നിന്ന് നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്യാം. വി ഈക്വൽ ടു 5.33 ഇൻറ്റു 10⁻6 എക്സ് റേസ് ടു 2.5 പ്ലസ് C1 നമുക്കിപ്പോൾ ഒബ്റ്റെയിൻ ചെയ്തു 133.75 എക്സ് റൈറ്റ്. ഇനി ക്വസ്റ്റ്യൻ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത് ഫൈൻഡ് ദ വോൾട്ടേജ് അറ്റ് എക്സ് ഈക്വൽ ടു 1 millimeter ആണ്. സോ നമുക്ക് വി അറ്റ് 1 millimeter നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതി. വി അറ്റ് 1 millimeter ഈക്വൽ ടു 5.33 ഇൻറ്റു 10⁻6 ഇൻറ്റു എക്സ് റൈസ് ടു 2.5. എക്സ് ഇവിടെ തരുന്നുണ്ട് 1 millimeter. സോ 1 ഇൻറ്റു 10⁻³ റൈസ് ടു 2.5 പ്ലസ് 133.75 എക്സ് ഈസ് അഗെയിൻ 10⁻³ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 0.30229 വോൾട്ടായിട്ട് വന്നു റൈറ്റ്. സോ ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ മറ്റൊരു ട്യൂട്ടോറിയലിൽ വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും താങ്ക് യു.